നമസ്കാരം. ഭൂമിയിലെ വൈകുണ്ഠം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം. വിവിധ ഭാവങ്ങളിൽ ഭഗവാൻ നമുക്ക് ദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അനവധി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. ഒരിക്കൽ ദർശിച്ചാൽ വീണ്ടും വീണ്ടും ദർശനം ആഗ്രഹിക്കുന്നതായ ക്ഷേത്രം. ചൈതന്യം നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രം. ആ നടയിൽ എത്തുവാൻ സാധിക്കുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വ്യാഴാഴ്ച നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭഗവാനോട് ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശുഭകരമല്ല. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. കൂടാതെ അനേകം ഫലങ്ങൾ. ഭഗവാനെ നിങ്ങൾ ഇപ്രകാരം ദർശിക്കുകയാണ് എങ്കിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരും. നിർമാല്യ ദർശനം നടത്തുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയാണ് എങ്കിൽ സർവ പാപങ്ങളിൽ നിന്നുമുള്ള ശമനമാണ് ഫലമായി വന്നു ചേരുക. വാഗചാർത്താണ് നിങ്ങൾ തൊഴുന്നത് എങ്കിൽ, ദർശിക്കുവാൻ സാധിച്ചത് എങ്കിൽ അരിഷ്ടതകൾ, ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും മോചനം ലഭിക്കും. തൈലാഭിഷേകമാണ് അഥവാ തൈലാഭിഷേക ദർശനമാണ് നടത്തിയത് എങ്കിൽ രോഗങ്ങളിൽ നിന്നും മുക്തി, രോഗശമനമാണ് ഭഗവാന്റെ കടാക്ഷതാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. പാലഭിഷേക ദർശനമാണ് നിങ്ങൾക്ക് ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് എങ്കിൽ ശത്രുക്കളിൽ നിന്നുമുള്ള സംരക്ഷണം ഫലമായി വന്നു ചേരും. ബാലഗോപാല രൂപത്തിലുള്ള ദർശനമാണ് എങ്കിൽ സങ്കട ദുരിതങ്ങൾ, ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ദുരിതങ്ങൾ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളും അകന്നു പോകും. ശംഖാഭിഷേകമാണ് എങ്കിൽ ധനാഭിവൃദ്ധിയും മനസമാധാനവും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പന്തീരടി പൂജയാണ് എങ്കിൽ അഥവാ പന്തീരടി പൂജ തൊഴുന്നതിലൂടെ നേത്ര രോഗങ്ങളിൽ നിന്നും ശമനമാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക. ശിവേലി ദർശനം നടത്തുകയാണ് എങ്കിൽ വ്യവഹാരങ്ങളിൽ വിജയങ്ങൾ നേടുവാനും കലഹങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. കൂടാതെ ശ്രീഭൂതബലി ദർശനം നടത്തുന്നതിലൂടെ സന്താനഭാഗ്യം, ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരും. ദീപാരാധന തൊഴാനുള്ള ഭാഗ്യമാണ് സിദ്ധിച്ചത് എങ്കിൽ ആ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. പ്രണയ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്താഴ പൂജ ദർശനമാണ് സിദ്ധിച്ചത് അഥവാ അത്തരം ഭാഗ്യമാണ് സിദ്ധിച്ചത് എങ്കിൽ ദാരിദ്ര്യശമനമാണ് ഫലമായി വന്നു ചേരുക. രോഗശാന്തി, കീർത്തി നേടുക തുടങ്ങിയ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ത്രിഭുക സമയത്തെ ദർശനമാണ് എങ്കിൽ മോക്ഷപ്രാപ്തി അഥവാ മോക്ഷലബ്ധിയാണ് ഫലമായി വന്നു ചേരുക. ഇത്രയധികം പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും ഗുരുവായൂരപ്പനെ ഇത്തരത്തിൽ ദർശിക്കുവാൻ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. ആ നടയിൽ എത്തിയാൽ പോലും നിങ്ങൾക്ക് ഐശ്വര്യങ്ങളും ഉയർച്ചയും ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ഗണേശ ഭഗവാനെയാണ് തൊഴേണ്ടത്. ക്ഷേത്രത്തിന് പുറത്തിരിക്കുന്നതായ ഗണേശ പ്രതിഷ്ഠയെ തൊഴുതതിനു ശേഷം ഭഗവാനെ നടയിലെത്തി തൊഴണം. ഗണേശ ഭഗവാന് നാളികേരം ഉടച്ചതിന് ശേഷം ഗുരുവായൂരപ്പനെ തൊഴുതാൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഉടനെ നടക്കും എന്നാണ് പറയുക. കൂടാതെ മമ്മിയൂർ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതിലൂടെ മാത്രമേ പൂർണ്ണമായ ദർശനഫലം ലഭിക്കൂ എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഭഗവാനോട് നാം പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല, അഥവാ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിശ്വാസം ഉണ്ടെങ്കിലും ഭഗവാനെ വിശ്വാസത്തോടെ മാത്രമേ ആരാധിക്കുവാൻ പാടൂ. പരീക്ഷിക്കുവാൻ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഭഗവാനെ വിശ്വസിച്ചാൽ ഈ ലോകത്തിലെ ഏത് കോണിലായിരുന്നാലും ഭഗവാൻ നമ്മുടെ കൂടെ നിന്ന് അത്ഭുതങ്ങൾ തന്നെ നടത്തിത്തരും. ഇത് പലരുടെയും അനുഭവം തന്നെയാണ്. എന്നാൽ പരീക്ഷിച്ചാൽ ഭഗവാൻ നമ്മെ വലയ്ക്കുക തന്നെ ചെയ്യും. ഭഗവാനെ പരീക്ഷിക്കും വിധം ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. എനിക്ക് ഈ കാര്യം നടത്തി തന്നില്ലല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് ഒരിക്കലും ഭഗവാനോട് പറയുവാൻ പാടുള്ളതല്ല. നീ അഥവാ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഗുരുവായൂരപ്പനോട് ക്ഷമ ചോദിച്ച് തീർച്ചയായും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ എത്രയും വേഗം ശ്രമിക്കൂ. ജീവിതത്തിൽ കഷ്ടതകൾ പിന്നാലെ തന്നെ കൂടും.
എവിടെ തിരിഞ്ഞാലും നഷ്ടങ്ങൾ മാത്രം അനുഭവിക്കേണ്ടതായി വരും. അതിനാൽ ഈ തെറ്റ് ചെയ്യരുത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ നടയിൽ ചെന്ന് ഭഗവാനോട് മാപ്പ് അപേക്ഷിക്കുക തന്നെ വേണം. ക്ഷമാപണ മന്ത്രം 3 തവണ ജപിക്കണം. അല്ലാത്ത പക്ഷം ഭഗവാൻ കോപിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ക്ഷമ നടത്തിയാൽ ഭഗവാൻ ഉറപ്പായും ക്ഷമിക്കുക തന്നെ ചെയ്യും. നമ്മളോടൊപ്പം ഏത് കാര്യത്തിനും ഭഗവാന്റെ സാന്നിധ്യം അഥവാ ഭഗവാൻ കൂടെ ഉണ്ടാകും എന്ന് തന്നെ പറയാം. കഷ്ടതകൾ മാത്രം. കഷ്ടതകൾ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. പല വിധത്തിലായിരിക്കും കഷ്ടതകൾ. ദുരിതങ്ങളും കഷ്ടതകളും ജീവിതത്തിന്റെ ഭാഗം തന്നെയാകുന്നു. ഒരിക്കലും ഭഗവാന്റെ മുൻപിലെത്തി കഷ്ടനഷ്ടങ്ങളുടെ ലിസ്റ്റ് അഥവാ ആ കാര്യങ്ങൾ വിശദമായി തന്നെ പറയുവാൻ നിൽക്കരുത്. നാം വരുന്നത് ഗുരുവായൂർ നടയിലേക്കാണ്, ഭൂമിയിലെ വൈകുണ്ഠത്തിലേക്കാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാൻ വരുന്നു. ആ സമയം ഭഗവാനോടുള്ള സ്നേഹം മാത്രമേ മനസ്സിൽ പാടൂ. കുചേലനായ സാക്ഷാൽ സുധാമാവ് ഭഗവാനെ കാണാൻ ദ്വാരകയിൽ എത്തിയപ്പോൾ തന്റെ കഷ്ടതകൾ പറഞ്ഞില്ല എന്നോർക്കണം. തന്റെ സുഹൃത്തിനോടുള്ള സ്നേഹം മാത്രമേ ആ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. നാം ഏവരും അതേപോലെ ഭഗവാന്റെ മുൻപിൽ എത്തണം. നാം ഏവരും ഒരു വിധത്തിൽ കുചേലന്മാർ തന്നെയാകുന്നു, അഥവാ സുധാമാവാണ്. ഈ ലോകത്തിലെ സകല സമ്പത്തിന്റെയും ഉടമ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അതിനാൽ ഈ തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ഭഗവാന്റെ ശ്രേഷ്ഠരായ എല്ലാ ഭക്തരും ഇങ്ങനെ തന്നെയായിരുന്നു. കുറൂരമ്മയും മേൽപ്പത്തൂർ എന്നിങ്ങനെ എല്ലാവരും ഒരിക്കലും കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. മറ്റുള്ളവരുടെ നാശം, കർമ്മഫലം അതൊരിക്കലും വിട്ടുപോകില്ല എന്നതാണ് വാസ്തവം. ഒരു വ്യക്തി നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ കർമ്മഫലം അവർ അനുഭവിക്കുക തന്നെ വേണം. അല്പം വൈകിയായാലും അത് നിങ്ങളുടെ കൺമുൻപിൽ തന്നെ കാണുവാൻ സാധിക്കും. എന്നോടവർ ഇങ്ങനെ ചെയ്തു, അവർ ഇതിലും വലുത്, അതായത് അവർക്ക് ഇതിലും വലുത് നൽകണം ഭഗവാനെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ അവർക്ക് ഭഗവാൻ നൽകുന്ന തിരിച്ചടി കുറയുകയാണ് ചെയ്യുക. ഗുരുവായൂരപ്പൻ എല്ലാം അറിയുന്നതാണ്. അതിനാൽ തന്നെ നാം ഭഗവാനെ ഒന്നും ഓർമ്മിപ്പിക്കേണ്ടതായ കാര്യമില്ല. ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ ഭഗവാനിലെ വിശ്വാസം കുറയുന്നു എന്നാണ് വരിക. അതിനാൽ ഈ തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ദുഷ്ചിന്തകൾ. ഒരിക്കലും മറ്റുള്ളവരെ നാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതായ സ്ഥാനം, വസ്തു, സമ്പത്ത് എന്നിവ ലഭിക്കരുത് എന്ന് നാം പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. ഭഗവാൻ നമ്മെ നിരവധിയാർന്ന പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിനാൽ ഒരിക്കലും ഈ തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ഒരിക്കലും വിഷമത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കരുത്. നാം ചെയ്യേണ്ട കർമ്മം ചെയ്തതിന് ശേഷം ബാക്കി ഭഗവാൻ നോക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുക. ഭഗവാൻ എല്ലാം കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് നടത്തി തരിക തന്നെ ചെയ്യും. ഇതാണ് എല്ലാ ഭക്തരുടെയും അനുഭവം. പ്രാർത്ഥിക്കണം. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. നമ്മളോടൊപ്പം സന്തോഷിക്കുകയും നമ്മോടൊപ്പം വിഷമിക്കുകയും ചെയ്യുന്നത് ഗുരുവായൂരപ്പന്റെ പ്രത്യേകതയാണ്. അതിനാൽ തന്നെ ഏതവസരത്തിലും വിളിച്ചാൽ ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും. ഭഗവാന് പ്രേമഭക്തിയാണ് ആവശ്യം. തീർച്ചയായും അത് നിങ്ങൾ നൽകുക. ഭഗവാൻ ഒപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും.